രജിസ്റ്റേർഡ് പോസ്റ്റൽ ലെറ്ററായിട്ടാണ് വന്നേക്കുന്നത്. കവർ കണ്ടോ? എന്തോ കാര്യമായിട്ടുള്ള സംഗതിയാണെന്നുള്ള ധാരണയിൽ തന്നെ ഞങ്ങളത് പൊട്ടിച്ചത്. അപ്പോൾ എൻ്റെ പെങ്ങളുടെ മകളുടെ പേരിലാണ് ഈ കത്ത് വന്നത്, ഈ കവർ വന്നത്. അപ്പോൾ അത് പൊട്ടിച്ച് നോക്കാൻ ഞങ്ങൾ തയ്യാറായി. പൊട്ടിച്ച് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. മീഷോ എന്ന ഓൺലൈൻ കമ്പനിയുടെ ലെറ്ററാണ്, സർട്ടിഫിക്കറ്റ് കണ്ടോ. വളരെ പൈസ മുടക്കി ചെയ്തേക്കണ ഒരു കാര്യങ്ങൾ, ഒരു സർട്ടിഫിക്കറ്റാണ്. അതിൽ മീഷോയുടെ 9th ആനിവേഴ്സറിയോടനുബന്ധിച്ചുള്ള ലക്കി ഡ്രോയിൽ ഫസ്റ്റ് പ്രൈസ് വിന്നറായിട്ടുള്ള ആൾക്കുള്ള ലെറ്ററാണ് വന്നിരിക്കുന്നത്. ഇതിൽ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനായിട്ടുള്ള കോളങ്ങളും, പിന്നെ അതുകൂടാണ്ട് അവരുടെ സീല് കണ്ടോ, ശ്രദ്ധിച്ചോ, ബാങ്കിൻ്റെ സീല് വരെ ഉണ്ട്. ബാങ്കിൻ്റെ സീല്, മാനേജറിൻ്റെ ഒപ്പ്, 2 ഫോൺ നമ്പർ, ഒരു വാട്സാപ്പ് നമ്പർ, എല്ലാത്ത നമ്പർ, HSBC ബാങ്കിൻ്റെ സീല് അടക്കം എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഒരു സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് കാർഡ് കണ്ടപ്പോഴും കിളി പോയി. 8,20,000 രൂപ സമ്മാനം അടിച്ചിരിക്കുകയാണ് ഫസ്റ്റ്. എന്തായാലും ഞങ്ങളൊന്ന് തീരുമാനിച്ചു, ആ കാണിച്ചിരിക്കുന്ന നമ്പറിൽ, ആദ്യം കാണിച്ച നമ്പറിൽ വിളിച്ച് കാര്യം തിരക്കാമെന്ന്. അപ്പോൾ നമ്പർ പോയിരിക്കുന്നത് നോർത്ത് ഇന്ത്യ സൈഡിലേക്കാണ്. അവിടുത്തെ നമ്പറാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ വിളിച്ചപ്പോൾ എടുത്തത് ഒരു മലയാളിയാണ്. മലയാളി നല്ല രീതിയിൽ, നമ്മുടെ നാടൻ രീതിയിൽ മലയാളം പറയുന്ന ഒരാളാണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ തിരക്കിയപ്പോൾ പുള്ളി വളരെ ജെന്യൂനായിട്ട് മീഷോയുടെ ആളാണ്, മീഷോയുടെ എക്സിക്യൂട്ടീവ് ആണെന്നാണ് പറഞ്ഞത്. ഒരു കാര്യം, ആദ്യത്തെ നമ്പറിൽ വിളിച്ചപ്പോൾ പല പ്രാവശ്യമായിട്ട് കട്ടായി പോവുകയായിരുന്നു. കുറച്ച് സംസാരിക്കും, കട്ടായി പോവും, അങ്ങനെയായിരുന്നു. അവസാനം പുള്ളി തിരിച്ച് വാട്സാപ്പ് നമ്പറിൽ തിരിച്ചിങ്ങോട്ട് വിളിച്ചു. അപ്പോഴാണ് കുറച്ച് നേരം സംസാരിക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ആ ഫോൺ സംഭാഷണം നമുക്ക് കുറച്ച് കേൾക്കാം. പിന്നെ ഞാൻ പറയുന്നത്, അത് മാക്സിമം പ്രോഡക്റ്റ്സ് വാങ്ങാറുണ്ടല്ലോ. ഇതിപ്പം നമുക്ക് ഇതെന്ന് വെച്ചാൽ 9th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തിരുന്നു ഈ വർഷം. അതിന്റെ ഭാഗമായിട്ട് നമ്മള് ഒരു ലക്കി കോൺടെസ്റ്റ് നടത്തി. കസ്റ്റമറുടെ പേരും അഡ്രസ്സും വെച്ച് അതിൽ മൊത്തത്തിൽ ഓൾ ഓവർ ഇന്ത്യയിൽ 20 പേരെയാണ് സെലക്ട് ചെയ്തത്. ഓക്കെ. ആ 20 പേരിൽ ലക്കി ഫസ്റ്റ് വിന്നറാണ് ഈ നരസിംഹനാട്. ഓക്കെ. അതാണ് ഈ ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് 8,20,000 രൂപ. ഓക്കെ. നെക്സ്റ്റ് ചെയ്യേണ്ടത്, ആ സ്ക്രാച്ച് കാർഡിന്റെ കൂടെ തന്നെ ഒരു ലെറ്റർ ഫോം ഉണ്ട്. ലെറ്റർ ഫോം ഉണ്ട്. അത് നമ്മള് അതിന്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസ് പൂരിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ഓർഡർ നെയിം, IFSC കോഡ്, ബ്രാഞ്ച് നെയിം, മൊബൈൽ നമ്പർ. അത് ചെയ്തിട്ട് ആ ഡീറ്റെയിൽ എല്ലാം ഫില്ല് ചെയ്തിട്ട് ആ ലെറ്ററും ആ സ്ക്രാച്ച് കാർഡ് രണ്ടിന്റെയും ഫോട്ടോ എടുത്തിട്ട് വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ. അത് ലെറ്ററിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. സാറ് വിളിക്കുന്നത്? അതെ. എന്താ പേര് സാറിന്റെ? എന്റെ പേര് സന്തോഷ്. അല്ലേ? ഓക്കെ. മീഷോയുടെ ആരാണ്? എന്തോ? മീഷോയുടെ ആരാണ്? മീഷോ ഓൺലൈൻ്റെ ഞാൻ എക്സിക്യൂട്ടീവ് ആണല്ലോ. എക്സിക്യൂട്ടീവ് ആണല്ലേ? എന്നിട്ട് ആ നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോ സെൻഡ് ചെയ്യാതെ വെരിഫിക്കേഷൻ പോകും. വെരിഫിക്കേഷൻ കഴിഞ്ഞ് എന്നത്തേക്ക് ഈ എമൗണ്ട് കിട്ടും എന്നുള്ള കാര്യം വിളിച്ചറിയിക്കുന്നതായിരിക്കും. അതിനുശേഷം അറിയിക്കോളൂ അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യും. ഈ നമ്പറിൽ നിന്നാണ് അവരിങ്ങോട്ട് വിളിച്ചത്, അതായത് വാട്സാപ്പ് നമ്പറിൽ നിന്ന്. എന്തായാലും ഇത് ഒരു വൻ തട്ടിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് കിട്ടിയാലും നമ്മൾ സെർച്ച് ചെയ്യുന്ന സ്ഥലമാണല്ലോ ഗൂഗിൾ. അപ്പോൾ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തു. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണിത്. എന്തായാലും ഞാനിതിൽ ഫില്ല് ചെയ്ത് അയക്കാനും ഒന്നിനും മുതിർന്നില്ല. ഇത് മറ്റുള്ളവർ ഇതുപോലെ തട്ടിപ്പിനിരയാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ അശോകസ്തംഭവും സ്വച്ഛ് ഭാരത് ഇതിൻ്റെ ചിഹ്നം വരെയും ഇതിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്.
മനസ്സിലായി കണ്ടോ, ഇതുവരെ അവർ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വൻകിട തട്ടിപ്പുകൾ എല്ലാവരും സൂക്ഷിക്കുക. ഇത് കാണുന്നവർ ഇതുപോലെ എന്തെങ്കിലും അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ അതും കമൻറ്റ് ചെയ്യുക. ഇത് പരമാവധി ഷെയർ ചെയ്യുക. ആരും തട്ടിപ്പിനിരയാവാതിരിക്കട്ടെ.